ഈ ലോകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിച്ച ഏക വ്യക്തികൾ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. അതായത് നിങ്ങൾ വലുതായി ആളും തണ്ടും തടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വന്നു, ഈഗോസൊക്കെ വന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം വിശ്വസിച്ചു തുടങ്ങി. അന്നോർത്തുകൊണ്ട് അപ്പോഴും അവർ നിങ്ങളെ വിശ്വസിക്കാതിരിക്കുന്നില്ല. അവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് വീണ് നോക്കണം. നിങ്ങൾ വീഴുമ്പോൾ അവർ വീണ്ടും താങ്ങും. നിങ്ങളെത്ര വളർന്നാലും, നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായാലും, നിങ്ങളെത്ര പൊസിഷൻ ഉണ്ടായാലും, നിങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അവരതിനു വേണ്ടി ഒരുപാട് കഠിന പരിശ്രമം ചെയ്തിട്ടുണ്ട്. ഇന്ന് നീ ഉണ്ടല്ലോ, നിന്നെ ആളുകൾ സ്നേഹിക്കണം, ആളുകൾ നിന്നെ ബഹുമാനിക്കണം, ആളുകൾ നിന്നോട് ദയ കാണിക്കണം, ആളുകൾ നിന്നെ തിരിച്ചറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, നീ എത്രമാത്രം നിൻ്റെ ആ കാരണവന്മാരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അവരെ നീ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അവരെത്രമാത്രം നീ ബഹുമാനിച്ചിട്ടുണ്ട്, അവരെത്ര സ്നേഹിച്ചിട്ടുണ്ട്, അവരെത്ര കെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാറി നമ്മുടെ മക്കളെങ്കിലും ഇതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളർത്തി വലുതാക്കണം. അപ്പോൾ ലോകത്തൊരു മാറ്റം വരും. അപ്പോൾ ആളുകൾ നിങ്ങളുദ്ദേശിച്ച ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ സ്നേഹവും ബഹുമാനവും ദയയും സംരക്ഷണവും ശ്രദ്ധയൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ കുറച്ച് വലുതായി, നിങ്ങൾക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫീലിംഗ് ഒക്കെ വരും. ദൈവം വരുത്തും നിങ്ങൾക്ക് ആ ഫീലിംഗ്.